Celebrating 50 years. Majestic Jewelers. സ്വകാര്യ ബസ് പണിമുടക്ക് വിദ്യാർത്ഥികളടക്കമുള്ള യാത്രക്കാരെ വലച്ചു. തിരൂരിൽ നിന്നും നിലവിൽ സർവീസ് നടത്തിയ KSRTC മാത്രമാണ് ഓടിയത്. ഉൾപ്രദേശങ്ങളിലേക്കടക്കം മറ്റു സംവിധാനങ്ങളില്ലാതിരുന്നത് വലിയ പ്രതിസന്ധിയാണ് തീർത്തത്. ചാർജ് വർധനയടക്കം ആവശ്യപ്പെട്ട സ്വകാര്യ ബസ് പണിമുടക്ക് ആരംഭിച്ചതോടെ വിദ്യാർത്ഥികളടക്കമുള്ള യാത്രക്കാരാണ് വലഞ്ഞത്. തിരൂരിൽ നിന്നും ഉൾപ്രദേശങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾ ഓട്ടം നിർത്തിയതോടെ ഈ പ്രദേശത്തുള്ളവർ വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നത്. നേരത്തെ തിരൂരിൽ നിന്ന് സർവീസ് നടത്തുന്ന KSRTC ബസ്സുകൾ മാത്രമാണ് ഇപ്പോഴും സർവീസ് നടത്തുന്നത്. സ്വകാര്യ ബസ്സുകളുടെ പണിമുടക്കിനെ തുടർന്ന് കൂടുതൽ ബസ്സുകൾ സർവീസ് നടത്തുമെന്ന് അറിയിച്ചെങ്കിലും ഒന്നും ഉണ്ടായില്ലെന്നാണ് യാത്രക്കാർ പറയുന്നത്. ഇന്നത്തെ സമരം കൊണ്ട് പൊതുജനങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് സ്കൂൾ വിദ്യാലയങ്ങളിലൊക്കെ പരീക്ഷ തുടങ്ങുന്ന ഒരു സമയം. മാത്രമല്ല, ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ മലപ്പുറം ഭാഗത്തേക്കും മറ്റു ഭാഗത്തേക്കൊക്കെ പോകേണ്ട അനവധി യാത്രക്കാർ ഈ തിരൂർ സ്റ്റാൻഡിൽ തമ്പടിച്ച് നിൽക്കുന്നുണ്ട്. അവർ പ്രതീക്ഷയോട് കൂടിയാണ് കാത്തിക്കുന്നത്. ഇവിടെ ഏറെ മണിക്ക് പോയതാണ് മലപ്പുറം ഭാഗത്തേക്ക് ഒരു വണ്ടി. ഈ സമയം വരെ വേറെ വണ്ടിയൊന്നും വന്നിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഞാൻ മലപ്പുറം ഡിപ്പോയിൽ വിളിച്ചോ പറഞ്ഞത് ഇനി സാധാരണ ഓടുന്ന വണ്ടി ഷെഡ്യൂൾ മാത്രമേ ഇവിടെ ഉള്ളൂ എന്നുള്ളതാണ്. മഞ്ചേരിയിൽ നിന്ന് മലപ്പുറത്തേക്ക് 4 മണിക്ക് ഒരു വണ്ടി പോന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു വണ്ടി തിരൂരിലേക്ക് ഈ കോവിഡിന് ശേഷം ഓടിക്കുന്നില്ല. ഇന്നിപ്പോൾ ഡിപ്പോയിൽ വിളിച്ചിട്ട് പറഞ്ഞു, സാറ് 5 മണിക്കൊരു വണ്ടി മഞ്ചേരിയിൽ നിന്നും മലപ്പുറത്തേക്ക് വരുന്നുണ്ട്, ആ വണ്ടി തിരൂരിലേക്ക് നീട്ടിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് സാധാരണ ഓടുന്ന ഷെഡ്യൂൾ മാത്രമേ ഓടുന്നുള്ളൂ, അതിൻ്റെ അപ്പുറം ഓടിക്കാനുള്ള യാതൊരു നിർദ്ദേശം ഞങ്ങൾക്കില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ന് രാവിലെ പേപ്പറിലും ഇന്നലെ TV-യിലൊക്കെ KSRTC MD വരുന്നുണ്ട്, ഈ സമരം മൂലം കൂടുതൽ ഷെഡ്യൂളുകൾ ഓടിക്കുന്നുണ്ട്, അതുകൊണ്ട് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന്. ഇതൊക്കെ വായിൽ പറയുക എന്നല്ലാതെ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ ഒരിക്കലും സാധിക്കുന്നില്ല. മാത്രമല്ല, തിരൂർ മഞ്ചേരി 17 വണ്ടി ഓടുന്ന സ്ഥാനത്ത് ഇന്ന് ആകെ 6 വണ്ടിയാണ് ഓടുന്നത്. ഈ 6 വണ്ടി ആവട്ടെ യാത്രക്കാരുടെ സമയത്തൊന്നും ഓടുന്നില്ല. വൈകുന്നേരം 4 മണി കഴിഞ്ഞാൽ മഞ്ചേരിയിൽ നിന്നും തിരൂരിലേക്ക് ഒരൊറ്റ KSRTC ബസ് ഓടുന്നില്ല എന്ന് മാത്രമല്ല, ഇവിടെ ഓടിക്കൊണ്ടിരുന്ന റെയിൽവേ സ്റ്റേഷൻ ടച്ച് ചെയ്ത് ഓടിക്കൊണ്ടിരുന്ന വണ്ടി പോലും ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം നിർത്തലാക്കിയിട്ടുണ്ട്. ഇത് ജനങ്ങളെ വളരെയേറെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. തിരൂർ കേന്ദ്രീകരിച്ച് 300-ലധികം സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. ഇതിൽ ഭൂരിഭാഗവും ഉൾപ്രദേശങ്ങളിലേക്കാണ് സർവീസ് നടത്തുന്നത്. അതിനാൽ തന്നെ പണിമുടക്ക് ഈ ഭാഗങ്ങളിലുള്ളവരെയാണ് കാര്യമായി ബാധിക്കുന്നത്.